ഹായ്, നമുക്ക് ഡിവിഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് 35/4. ഈ 35/4 ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ 4-ൻ്റെ ടേബിൾ നോക്കാം. 4-ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 35 തന്നെ നോക്കുക. 35 ഓരോരുത്തും വരും. അപ്പോൾ 35-നേക്കാൾ കുറവായിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ 4-ൻ്റെ ടേബിൾ എഴുതി വെക്കാം. 4 × 6 24, 4 × 7 28, 4 × 8 32, 4 × 9 36. ഇനി ഈ 36-ൻ്റെയും 32-ൻ്റെ ഇടയ്ക്കാണ് 35 തന്നെ. അപ്പം നമുക്ക് 36 എടുക്കാൻ പറ്റില്ല, 32 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 32 എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം തന്നെ? 8 ടൈംസ്. 4 × 8 ആണ് 32 കിട്ടുന്നത്. അപ്പം നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും. അപ്പോൾ കോഷ്യൻ്റ് 8, റിമൈൻഡർ 3. ഇത് നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ഇത് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ലോങ് ഡിവിഷൻ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. ഇനി നമുക്ക് ഷോർട്ട് ഡിവിഷനിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. 29/6. 29/6 ഇതുപോലെ തന്നെ നമ്മൾ ടേബിൾ എഴുതി വെക്കുക. 6-ൻ്റെ ടേബിൾ എഴുതുക. നമുക്കറിയാം 6 × 4 24 ആണ്. 6 × 5 30. അപ്പോൾ ഈ 24-ൻ്റെയും 30-യുടെയും നടുക്കാണ് 29, ഇടയ്ക്കാണ് 29 വരുന്നത്. 29 വരുമ്പോൾ നമ്മൾ ആരെ എടുക്കണം? 24 എടുക്കണം. എത്ര ടൈംസിൽ? 4. ഇനി നമ്മൾ റിമൈൻഡർ എഴുതുമ്പോൾ അത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാം. 29-ൽ നിന്ന് 24 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5. അപ്പോൾ റിമൈൻഡർ 5 കിട്ടും. ഇത് നമ്മുടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇത്, ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. അന്നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് മനക്കണക്കാണ് ചെയ്യുന്നത്. ഇനി 39/5 5-ൻ്റെ ടേബിൾ ചെയ്താൽ 5 × 7 എന്ന് പറയുമ്പോൾ 35-ഉം 5 × 8 എന്ന് പറയുമ്പോൾ 40 ആണ് കിട്ടുന്നത്. 39 എന്ന് പറയുന്ന നമ്പർ 35-ൻ്റെയും 40-യുടെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 35 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 35 എന്ന് എഴുതുക. എത്ര ടൈംസ്? 7 ടൈംസ്. സബ്ട്രാക്ട് ചെയ്യുക. 9 - 5 എന്ന് പറയുമ്പോൾ 4 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 7-ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 4. ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിൻ്റെയും മെത്തേഡ് വരുന്നത്. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എക്സാക്റ്റ് നമ്പർ കിട്ടുന്നില്ല എങ്കിൽ അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് എത്ര ടൈംസ് ആണ് വന്നതെന്ന് നോക്കുക. ഇതിപ്പോൾ 17/3. അപ്പോൾ നമ്മൾ 3-യുടെ ടേബിൾ നോക്കുക. 3 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് 15 കിട്ടും. 3 × 6 എന്ന് പറയുമ്പോൾ 18 കിട്ടും. അപ്പോൾ 17 വന്നത്. 17 ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് വന്നത്. 15-ൽ എത്ര ടൈംസ് ആണ് വന്നത്? 5 ടൈംസ്. അപ്പോൾ നമ്മളിത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ കോഷ്യൻ്റ് 5, റിമൈൻഡർ 2. ഇത് ലോങ് ഡിവിഷൻ മെത്തേഡ്. ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മനക്കണക്ക് ചെയ്യുന്ന അതിരി ഇത് 5 എന്ന് എഴുതും. 17-ൽ നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് റിമൈൻഡർ 2 എന്ന് എഴുതും. ഇതാണ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിവിഷൻ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് നമ്പർ എപ്പോഴും ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കണം. ഇവിടെ 8-നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ 8-നേക്കാൾ ചെറുതായിരിക്കണം. ചെറുതായാൽ മാത്രമേ നമുക്ക് 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് ഡിവൈഡ് ചെയ്യുന്ന 6-നേക്കാളും കുറവാണ്. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് കുറവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കണം. ഇവിടെയൊക്കെ 5-നേക്കാൾ കുറവാണ് 3 എന്ന് പറയുന്ന നമ്പർ. 8-നേക്കാൾ കുറവാണ് 6 എന്ന് പറയുന്ന ഫസ്റ്റ് ഡിജിറ്റ്. ഈ ഫസ്റ്റ് ഡിജിറ്റ് കുറവാകുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് കൊടുക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയിട്ട് ചെയ്യണത്. ചിലതിൽ ഇങ്ങനെ വരും, 93/8. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഡിജിറ്റ് 8-നേക്കാൾ ചെറുതല്ല, വലിയതാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് മാത്രമായിട്ട് എടുക്കുക. 9 മാത്രം കൺസിഡർ ചെയ്യുക. 93 കൺസിഡർ ചെയ്യരുത്. 9-ൽ എത്ര ടൈംസാ? 1 ടൈം. ഇവിടെ 8 എന്ന് എഴുതുക. 9 - 8 സബ്ട്രാക്ട് ചെയ്യുക. 1 എഴുതുക. ഇനി നെക്സ്റ്റ് 3 താഴോട്ടേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് 13 കിട്ടും. 13 എത്ര ടൈംസാണ് വന്നത്? 1 ടൈമേ വരുള്ളൂ. 8 സബ്ട്രാക്ട് ചെയ്യുക. 5. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 11-ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 5. ഇത് നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡിലാണ് ഇങ്ങനെ വന്നത്. അപ്പം 93/8 എന്ന് പറയുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡിൽ വരുമ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ 2 ഡിജിറ്റിൻ്റെ തന്നെ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ വരുന്നത്.
അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആണോ സ്മോളർ ആണോ നോക്കാം. ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസറിനേക്കാളും ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആണെങ്കിൽ നമ്മൾ ടേബിൾ നോക്കണം. ലാർജർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്പർ മാത്രമേ നോക്കാൻ പോകുള്ളൂ. ഇനി ഇതിൻ്റെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് കാണിച്ചു തരാം. ഇപ്പം 54 ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ 6ൽ 3 എന്ന് പറയുമ്പോൾ 2 ടൈംസ്. ഇവിടെ 6 വലിയതാണ് 3നേക്കാൾ. അപ്പോൾ നമ്മൾ 6 മാത്രം എടുക്കാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ 4 നമ്മൾ താഴോട്ടേക്ക് എഴുതി. 4 താഴോട്ടേക്ക് എഴുതുമ്പോൾ എത്ര ടൈംസ് ആവണേ? ഒരു ടൈംസേ വരുള്ളൂ. 3 എഴുതി സബ്ട്രാക്ട് ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 21, റിമൈൻഡർ എന്ന് പറയുന്നത് 1. ഇത് നമുക്കിടെ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ഇനി ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യില്ല, മനക്കണക്ക് ചെയ്യാം. 6ൽ എത്ര ടൈംസ് ആവണേ? 2 ടൈംസ്. 4ൽ എത്ര ടൈംസ് ആവണേ? 1. ആ റിമൈൻഡർ 1 എന്നത് മാറ്റി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ 21 റിമൈൻഡർ 1. ഇതാണ് നമുക്കിടെ ഷോർട്ട് ഡിവിഷനിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എന്തിരിക്കട്ടെ 55 ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ ഷോർട്ട് ഡിവിഷൻ ചെയ്യണമെങ്കിൽ 1 ടൈം 3 സബ്ട്രാക്ട് ചെയ്യുക. അത് നമ്മൾ ഇവിടെ എഴുതരുത്. എഴുതാതെ നമ്മൾ എന്ത് ചെയ്യുക? മനക്കണക്ക് ചെയ്യുക. 5ൻ്റെ ഇത് വരുമ്പോൾ ഇതെന്തായിട്ട് മാറും? 5 1 ടൈമാണ് വന്നത്. അപ്പോൾ ബാക്കിത്തെ വരുന്ന നമ്പർ 5 - 3 മനസ്സിൽ കണക്കാക്കിയിട്ട് ഇവിടെ 2 എഴുതുക. ഇനി 25ൽ 3 എത്ര ടൈംസ് ആണെന്ന് നോക്കുക. 8. 24 അല്ലേ വരുള്ളൂ. 8. അപ്പം റിമൈൻഡർ 1. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതുക. റിമൈൻഡർ 1. 24. അപ്പോൾ 18 കോഷ്യൻ്റ് റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ റിമൈൻഡർ വന്നത് ഈ 2 ഡിജിറ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് എഴുതുന്നത്. ഇനിയിപ്പം 45 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ ഇവിടെ എത്ര ടൈംസ്? 4. ഫസ്റ്റ് ഡിജിറ്റ് ഇതിനേക്കാൾ വലിയതാണ്. അപ്പോൾ 1 ടൈം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. അത് 4ൻ്റെയും 5ൻ്റെയും നടുക്ക് എഴുതുക. 15ൽ 3 എത്ര ടൈംസാണ്? 5. അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് 15ഉം റിമൈൻഡർ 0.